ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്റ്റാർ ആണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്റ്റാർ ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പം ഇന്നത്തെ സ്റ്റാർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓടയും കൊണ്ടും മുള കൊണ്ടും പേപ്പർ കൊണ്ടും ഒന്നുമല്ല, പേപ്പർ കപ്പ് കൊണ്ടാണ്. ഓക്കെ, പേപ്പർ കപ്പ് കൊണ്ട്. പേപ്പർ കപ്പ് നമുക്ക് മാത്രം പോരാ, നമുക്ക് കുറച്ച് LED കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ കാണിച്ചാൽ ഒരുപാട് പേപ്പറൊന്നും വേണ്ട, നമുക്ക് ആകെ ഒരു 37 പേപ്പർ ഗ്ലാസ് മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അടുക്കി നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ അടുക്കുന്ന പോലെ തന്നെ അടുക്കാം. നമുക്ക് 37 പേപ്പർ ഗ്ലാസ് വേണം. ഒരു സൈഡിൽ 7 എണ്ണവും മറ്റേ 2 സൈഡിൽ 3 എണ്ണം വെച്ച് വേണം നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് എടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അടുക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കപ്പൊക്കെ അലൈൻ ചെയ്യുമ്പോൾ നോക്കുക, 3 വശവും ഞാൻ പറഞ്ഞ പോലെ 7 കപ്പ് വരുന്ന രീതിയിൽ വേണം ഒരു ത്രികോണം ഉണ്ടാക്കാൻ. അതിനുശേഷമാണ് നമ്മൾ മറ്റ് 2 സൈഡിലും മറ്റ് 3 സൈഡിലും കപ്പുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം ഒന്ന് നോക്കി വൃത്തിക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നല്ല വൃത്തിക്ക് ത്രികോണം ഉണ്ടാക്കിയതിന് ശേഷം 3 വശത്തായിട്ട് 3 കപ്പുകൾ വീതം വെച്ചാൽ മാത്രം മതി. സ്റ്റാറിൻ്റെ ഏതാണ്ട് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാർ അല്ല, ഏകദേശം സ്റ്റാർ, അതായത് നമ്മുടെ പേപ്പർ കപ്പല്ല, സ്റ്റാറിൻ്റെ ആകൃതിയിൽ ഇപ്പം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന മെയിൻ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് കണ്ടോ, സ്റ്റാപ്ലർ വെച്ച് ഓരോന്നും നന്നായിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല ജോയിൻ്റ് ആക്കി വെക്കുക. അപ്പം നമുക്കതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നല്ല വൃത്തിക്ക് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സ്റ്റാറിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ കാണാം, നമ്മൾ ഫുൾ വർക്ക് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇതിന് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമുക്കിതുപോലത്തെ ഒരു LED സ്ട്രിപ്പ് വേണം. അതായത് ഇപ്പോൾ ഒരു സീരീസ് ലൈറ്റാണ്. ഇതിന് ഏകദേശം ഒരു 150 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പ് ഫുൾ അങ്ങ് മറിച്ച് വെക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഓരോ ഹോൾ ഇട്ടിട്ട് ഈ LEDകളും ഫുള്ള് നമ്മൾ ഉള്ളിറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം. ഹോളിടുമ്പോൾ ഒരുപാട് വലിയ ഹോളുകൾ ഉണ്ടാക്കാതിരിക്കുക. അപ്പം പിന്നെ നമ്മൾ ഒരുപാട് ടേപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ഹോൾ ഇട്ടിട്ട് പിന്നെ LEDs ഒക്കെ നല്ല ടൈറ്റിൽ കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓരോരോ ലൈറ്റ് എടുക്കുക. ലൈറ്റ് എല്ലാം എടുത്തിട്ട് ഓരോ അറ്റം തൊട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. കുത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക. ഞാനിപ്പോൾ ഒരു ലൈറ്റല്ല വെക്കുന്ന, 1, 2, 3 ലൈറ്റൊക്കെ വെക്കാം. ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ലൈറ്റെല്ലാം വെക്കുക കേട്ടോ. അപ്പം ഒരു 2 മിനിറ്റ് ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ വരെ നമ്മൾ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പരിപാടി എന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ പുറത്തിന് സ്ട്രെങ്ത് കുറവാണ്, കാരണം പേപ്പർ നമ്മൾ കുറച്ച് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ടേപ്പ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് നമ്മളിത് ഭിത്തിയിലൊട്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കാർഡ്ബോർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പൊക്കി കാണിച്ചു തരാം കേട്ടോ. യെസ്, കാർഡ്ബോർഡൊക്കെ നല്ല വൃത്തി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലൈറ്റിന്റെ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ പേപ്പർ കപ്പ് നോക്കി ഒന്ന് ഒട്ടിച്ചെടുത്ത സമയത്ത് ജസ്റ്റ് ഒരു ബലക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാർഡ്ബോർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് നോക്കാം. ഞാനിപ്പോൾ റൂമിൽ ഫുൾ ഇരുട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലഗ് ഇവിടെ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ സ്റ്റാർ ഇവിടെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് പ്ലഗ് ഓൺ ആക്കുന്നുള്ള ഒരു കർമ്മം മാത്രമാണ്. ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കേസ്. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയിൽ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. നമുക്കിതിന്റെ മോഡൊക്കെ മാറ്റി ഇനി നമുക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിക്ക് കണ്ടു നോക്കാം കേട്ടോ.
അപ്പൊ എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.